അന്ന് കമ്പനി തുടങ്ങിയപ്പോൾ ഒരു എംപ്ലോയി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 135 എംപ്ലോയീസ് ഉണ്ട്. എന്റെ പേര് എൽദോ കുര്യാക്കോസ്. എന്റെ കമ്പനിയുടെ പേര് കെർലിസ്. കേബിൾ അസംബ്ലി വയറിംഗ് ഹാർനസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഞാൻ വോൾവോയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 2014 വോൾവോയിൽ നിന്ന് റിസൈൻ ചെയ്ത് കമ്പനി 2015 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വി ഗാർഡിന് ഇങ്ങനത്തെ നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ സാമ്പിളൊക്കെ സബ്മിറ്റ് ചെയ്തു. ഓർഡർ ഒന്നും കിട്ടണ്ടായിരുന്നില്ല. അങ്ങനെ സാറിന് സെക്രട്ടറി പറഞ്ഞ അനുസരിച്ചാണ് കൊച്ചൗസേപ്പ് സാറിനെ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ വിജയഭാവയിൽ ജോയിൻ ചെയ്തത്. വിജയഭാവയിൽ ജോയിൻ ചെയ്തപ്പോൾ കൊച്ചൗസേപ്പ് സാറിനെ കണ്ടു, നമ്മുടെ ആഗ്രഹം പറഞ്ഞു. സാറ് നമുക്ക് ചെറിയൊരു ഓർഡർ തന്നു. ആ ഓർഡറിലും പിന്നെ സാറ് അവിടെ വെച്ച് നമുക്ക് ഒത്തിരി ക്വാളിറ്റി റിലേറ്റഡ് ക്ലാസ്സുകളും എങ്ങനെ ബിസിനസ് മാനേജ് ചെയ്യണം എന്നുള്ള ക്ലാസ്സുകളെല്ലാം പഠിപ്പിച്ചു. സാറിന്റെ ആ ഒരു വിജയഭാവയിൽ ഉള്ള ശിക്ഷണത്തില് പിന്നെ നമ്മൾ കമ്പനി വളർത്തി. അന്ന് കമ്പനി തുടങ്ങിയപ്പോൾ ഒരു എംപ്ലോയി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 135 എംപ്ലോയീസ് ഉണ്ട്. നമ്മൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. വി ഗാർഡ് പോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസ്, L&T, സ്നൈഡർ, അതൊക്കെയാണ് നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സ്. ഓട്ടോമോട്ടീവ് സെഗ്മെന്റ്സിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഓഡി, ജാഗ്വർ കാറുകളിലേക്കൊക്കെ പോകുന്നുണ്ട്. സാറിന്റെ ഒരു പ്രധാനപ്പെട്ട സാറ് പഠിപ്പിച്ച ഒരു ക്ലാസ്സിലായിരുന്നു ക്വാളിറ്റീനെ കുറിച്ച്. സാറിന്റെ ആ ഒറ്റ ക്വാളിറ്റീനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ മെഷീനറീസ് എല്ലാം, നിങ്ങൾ ബാക്കിൽ കാണുന്ന മെഷീനറീസ് എല്ലാം നമ്മൾ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിന് അതിന്റെ ക്വാളിറ്റി ഉണ്ടാവും, നമ്മുടെ കസ്റ്റമറും സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ അങ്ങനെ ആ ലെസൺസ്, വിജയഭവനിൽ നിന്ന് പഠിച്ച ലെസൺസുകൾ കൊണ്ട് നമ്മൾ അത് ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്തു. നമ്മുടെ ബിസിനസ് വളർന്നു. നമ്മൾ ലോക രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നു. നമുക്ക് ഈ പറയുന്ന 135ഓളം എംപ്ലോയീസ് ആയി. അങ്ങനെ കമ്പനി ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന ഫെബ്രുവരി 27 വിജയഭവ VB സബ്മിറ്റ് സംരംഭകരുടെ മഹാസമ്മേളനമാണ്. നിങ്ങൾ എല്ലാവരും വന്ന് അതിനകത്ത് പങ്കെടുത്ത് അതിനകത്തുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സുകളിലെ അടുത്ത തലത്തിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയർത്താൻ പറ്റും. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഈ VB സബ്മിറ്റിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക.